തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലം വരുന്നതിനു മുന്നേ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വിവിധ ചാനലുകൾ പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വേണ്ടിയാണ്. മിക്കവാറും അതൊക്കെ ഏറെക്കുറെ കൃത്യവുമായിരിക്കും. എങ്ങനെയാണ് ഇത്ര കൃത്യമായി ചാനലുകൾ സർവേ ഫലങ്ങൾ തയ്യാറാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു ഡാറ്റ കളക്ഷൻ വളരെ എളുപ്പമാണ്. മുൻകാലങ്ങളിൽ പട്ടണങ്ങളിൽ നിന്നും ടൗണുകളിൽ നിന്നും വളരെ കുറച്ച് ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടിയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇന്നത്തെ അത്രയും കൃത്യമോ ആഴമോ ഉള്ള ഫലങ്ങളായിരുന്നില്ല. എന്നാൽ ഇന്ന് ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ഓരോ നാട്ടിൻ പുറത്തും നിരന്തരം വരുന്ന വാർത്തകളും പ്രാദേശികമായ ചർച്ചകളും വെറുമൊരു സംസാരമല്ല. അതൊക്കെ ഇന്ന് കൃത്യമായ രാഷ്ട്രീയ ഡാറ്റകളായി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് വാസ്തവം. നമ്മുടെ നാട്ടിലെ വളരെ ചെറിയൊരു വിശ്വാസമോ അഭിപ്രായമോ പോലും ഇന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതിലെ രാഷ്ട്രീയ വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ ആധുനിക സംവിധാനങ്ങൾക്ക് സാധിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നൽകുന്ന ഡിജിറ്റൽ വോട്ടുകളാണ് ഇതിന്റെ അടിസ്ഥാനം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു ലൈക്കോ നമ്മൾ പങ്കുവെക്കുന്ന ഒരു അഭിപ്രായമോ എന്തിന്, നമ്മൾ ഏതുതരം വാർത്തകളാണ് കൂടുതൽ സമയം കാണുന്നത് എന്നുപോലും നമ്മുടെ രാഷ്ട്രീയ ചായ്വ് കൃത്യമായി വെളിപ്പെടുത്തുന്നു. നിശബ്ദമായ വോട്ടർമാരുടെ മനസ്സറിയാൻ ഇന്ന് ചാനലുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധവും ഈ ഡിജിറ്റൽ വിവരങ്ങളാണ്. ഇവിടെ ചാനലുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളിലും ആടി ഒളിഞ്ഞു നിൽക്കുന്ന മണ്ഡലങ്ങളിലുമാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ സർവേയാണ് തയ്യാറാക്കുന്നതെങ്കിൽ 140 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 80 മണ്ഡലങ്ങൾ എല്ലായ്പ്പോഴും ഇരു രാഷ്ട്രീയ മുന്നണികളുടെയും ഉറച്ച കോട്ടകളാണ്. അവിടെ എന്ത് തരംഗമുണ്ടായാലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാറില്ല. എന്നാൽ ബാക്കി വരുന്ന മണ്ഡലങ്ങളിലാണ് യഥാർത്ഥ കളി നടക്കുന്നത്. അതിൽ തന്നെ 5000-ൽ താഴെ മാത്രം ഭൂരിപക്ഷമുള്ള ജയപരാജയങ്ങൾ എപ്പോഴും മാറി മറിയുന്ന 25ഓളം ബാറ്റിൽ ഫീൽഡ് മണ്ഡലങ്ങളുണ്ട്. കൂടെ ഒരു 35 സിംഗ് മണ്ഡലങ്ങളും. ചാനലുകൾ അവരുടെ മുഴുവൻ ഡാറ്റ അനാലിസിസും കേന്ദ്രീകരിക്കുന്നത് ഈ 60 മണ്ഡലങ്ങളിലേക്കാണ്. ഇവിടുത്തെ ഓരോ ചെറിയ ചലനവും വോട്ട് ശതമാനത്തിലെ മാറ്റവും നിരീക്ഷിച്ചുകൊണ്ടാണ് ഫൈനൽ റിസൾട്ട് പ്രവചിക്കുന്നത്. ഇവിടെയാണ് നിഷ്പക്ഷ ചാനലുകളും രാഷ്ട്രീയ ചാനലുകളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരു പൊതു ചാനലിന്റെ വാർത്തകൾക്ക് താഴെ എല്ലാ രാഷ്ട്രീയ ചിന്താഗതിക്കാരായ ആളുകളും അഭിപ്രായം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലഭിക്കുന്ന ഡാറ്റ സമ്മിശ്രവും കൃത്യതയുള്ളതുമായിരിക്കും. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലിൽ വരുന്ന വിവരങ്ങൾ 90% അവരുടെ തന്നെ അണികളുടേതാവും. ആ ഒരു വശത്തേക്ക് മാത്രം ചായുന്ന ഡാറ്റ വിശകലനം ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ ചാനലുകൾ അവർ നൽകുന്ന പ്രവചനങ്ങൾ പാളിപ്പോകുന്നത്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റൊരു കരുത്തുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ ഓരോ പോളിംഗ് ബൂത്തിൽ നിന്നും അവർക്ക് കൃത്യമായ കണക്കുകൾ ലഭിക്കും. ഇതിനെയാണ് നമ്മൾ വാർ റൂം ഡാറ്റ എന്ന് വിളിക്കുന്നത്. ചാനലുകളുടെ പ്രവചനത്തിനപ്പുറം ബൂത്ത് തലത്തിലുള്ള ഈ കൃത്യമായ കണക്കുകൾ കൈവശമുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളിലേക്കും അടുത്ത സർക്കാർ രൂപീകരണത്തിലേക്കും ആത്മവിശ്വാസത്തോടെ നീങ്ങാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോ ഡിജിറ്റൽ ചലനവും മുൻകാല ഡാറ്റകളും തത്സമയ അഭിപ്രായങ്ങളും ചേർത്താണ് ചാനലുകൾ അവരുടെ പ്രവചനം നടത്തുന്നത്. പാർട്ടികൾ മിക്കവാറും വാർ റൂം കണക്കുകൾ വിശകലനം ചെയ്താണ് ഫലം മുൻകൂട്ടി നിശ്ചയിക്കുന്നത്.